ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അബി ആദർശിനെ കണ്ടുകൊണ്ട് ആദർശിൻ്റെ അടുത്തേക്ക് ചെല്ലുക. ആദർശേട്ടാ, ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും കടന്നു പോകും, പക്ഷേ മറ്റൊരു ദിവസം വരും എന്ന് ആദർശിനോട് അബി പറയാം. നവ്യ കുഞ്ഞിനെയും കൊണ്ട് ഇവിടേക്ക് വരുന്ന ദിവസം ആദർശ് നേരം ഇങ്ങനെ നോക്കിയിരിക്കുക. അന്ന് അവൾ മാത്രമല്ല, അവളുടെ അച്ഛനും അമ്മയും വരികയാണെങ്കിൽ അവരും ഈ ഒരു വിവരം അറിയും എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ മകൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു. ഇനി അവരറിഞ്ഞാലും അത് വലിയ കാര്യമാക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു ആദർശം. ഏട്ടത്തെയെല്ലാം അറിഞ്ഞതോടുകൂടി ഏട്ടൻ്റെ ആത്മവിശ്വാസം കൂടിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ആത്മവിശ്വാസത്തിന് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, കാരണം ഞാൻ തെറ്റുകാരനല്ല, അത് തന്നെയാണെന്ന് ആദർശ് വളരെ ദേഷ്യത്തോടു കൂടി അബിയോട് സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് അനി വരുന്നത്. അപ്പോൾ അതെന്തിനാ ഏട്ടനിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എൻ്റെ ബലമായ സംശയം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇവനാണോ എന്നാണെന്ന് അനി പറയുമ്പം അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ, അടിച്ച് ചെവിക്കല് പൊട്ടിക്കുന്നിൻ്റെ എന്ന് അബി പറയുന്നു. അപ്പം എൻ്റെ കരണത്ത് നീ അടിച്ചാൽ നിൻ്റെ രണ്ട് കവിളിലും എൻ്റെ കൈയുടെ പാട് വീഴുമെന്ന് അനി പറഞ്ഞു. എന്നാൽ അടിക്കടാ എന്ന് അബി പറയുമ്പോൾ അത് നീ എന്നെ അടിക്കടാ എന്ന് അനി തിരിച്ചു പറഞ്ഞു. അപ്പം നിർത്തടാ, എന്താ ഇതെന്ന് ആദർശ് ചോദിച്ചു. നിങ്ങൾ എന്തിനാ എൻ്റെ പേരും പറഞ്ഞ് തമ്മിൽ തല്ലുന്നേ? പിന്നെ അവൻ പറഞ്ഞത് കേട്ടില്ലേ എന്ന് അബി ചോദിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത നീ എന്നെ സംശയിക്കുന്നുണ്ടല്ലേ എന്ന് ആദർശ് അബിയോട് ചോദിക്കുമ്പോൾ സംശയിക്കുക മാത്രമാണോ, ഒരുപാട് ബ്ലാക്ക് മെയിലും ചെയ്തില്ലേ ഏട്ടനെ എന്ന് അനി ചോദിച്ചു. അതൊക്കെയല്ലേ ഞാൻ എന്നെ അടുത്ത് പൊളിച്ചു കൊടുത്തത്. അപ്പോൾ ഒന്നും പൊളിച്ചിട്ടില്ലടാ, നിൻ്റെ ഏട്ടൻ ചെയ്ത തെറ്റ് അതുപോലെ തന്നെ നിലനിൽക്കുകയാണെന്ന കാര്യം അബി അനിയോട് പറഞ്ഞു. പക്ഷേ എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നിന്റെ കയ്യിൽ എന്നെ താറടിക്കാൻ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ നീ അത് ശരിക്കും മുതലാക്കും എന്നുള്ളത്. എടാ, ഇവൻ ഈ കാര്യം പറഞ്ഞ് എത്ര ക്യാഷ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തെന്ന് നിനക്ക് അറിയാവോ എന്ന് ആദർശ് അനിയോട് ചോദിക്കുമ്പോൾ അതേട്ടൻ കൊടുക്കാൻ നിന്നിട്ടല്ലേ എന്ന് ചോദിച്ചു അനി. പിന്നെ ഇവൻ കാശ് ചോദിക്കുന്ന സമയത്ത് എന്തും വരട്ടെ എന്ന് കരുതി ഇവൻ്റെ കരണത്തടിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. എടാ, ഇപ്പോഴും ചന്തമോളുടെ ബന്ധുക്കൾ ഇങ്ങോട്ടേക്ക് കയറി വന്നിട്ടില്ല. അവർക്ക് കയറി വന്നാലുണ്ടല്ലോ പുറലോകം മുഴുവനും ഇതറിയും, നിനക്കറിയാവോ? അതൊക്കെ കേട്ടപ്പോൾ ആദർശ് ഒന്നും മിണ്ടുന്നില്ലേ. ഇപ്പോഴും ചന്തമോളെന്നുള്ളൊരു കൊച്ച് ഈ വീടിനകത്തുണ്ടെന്നുള്ള കാര്യം ആർക്ക് വലിയ പിടിയൊന്നുമില്ല. എന്നാൽ പിന്നെ ഇതൊരു കാര്യം ചെയ്യാം, കാറിൽ മയക്ക് വെച്ച് കെട്ടി എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു. ഇനി അറിയിക്കേണ്ടി വന്നാൽ ഞാൻ അറിയിക്കും എന്ന് അഭി അന്നേരം പറയുകയും ചെയ്തു. പിന്നെ ഇന്ന് 28 കെട്ട് നടത്തുന്ന വീട്ടിലുള്ളവർക്ക് പലർക്കും അറിയില്ല ആദർശേട്ടൻ്റെ ചരിത്രം. എന്നാലേ ചരിത്രം അറിയാത്തവർക്ക് നീ ചെന്ന് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ ആദർശം. അപ്പം ഞാനായിട്ടൊന്നും പറയാനൊന്നും നിൽക്കുന്നില്ല. ഞാൻ മനസ്സിൽ വെച്ചുകൊണ്ട് നടന്ന രഹസ്യം ഈ വീട്ടിനകത്ത് ബാമ്പിയത് ഏട്ടൻ്റെ ഭാര്യ തന്നെയാണെന്നും എല്ലാം പൊളിച്ചതും ഏട്ടത്തി തന്നെയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ ഇന്ന് ചിലപ്പോൾ സ്വന്തം വീട്ടിലുള്ളവരെയും ഇതൊക്കെ അറിയിച്ചെന്ന് വരും. പിന്നെ അവരുടെ അച്ഛനും വയ്യാത്തത് കൊണ്ട് അങ്ങനെ ഒരു സാഹസം കാണിക്കില്ല എന്ന് കരുതാം എന്നൂടെ കൂട്ടിച്ചേർത്തു. പിന്നെ ആർക്കായാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും വാല്യൂ ഉണ്ടല്ലോ, മറ്റുള്ളവർക്കല്ലേ അതില്ലാത്തതായിട്ടുള്ളൂ എന്നും പറഞ്ഞ് അഭി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പം ഏട്ടൻ നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ എന്നോടും അല്ലെങ്കിൽ ഇവിടെയുള്ളവരോടും പറഞ്ഞിരുന്നെങ്കിൽ ഇവനെ സഹിക്കേണ്ടി വരുമായിരുന്നു എന്ന് അനി ചോദിക്കാം. എല്ലാം ഏട്ടൻ എന്നോട് പറയാമായിരുന്നല്ലോ, പിന്നെന്താ ഇത് മാത്രം ഏട്ടൻ എന്നോട് മറച്ചു വെച്ചത്? ഇതത്ര നല്ല കാര്യമൊന്നും അല്ലല്ലോടാ എന്ന് ആദർശ് നേരം അനിയോട് പറഞ്ഞു. പിന്നെ പേടിക്കൊന്നും വേണ്ട, ഉടനെ സത്യം തന്നെ തെളിഞ്ഞോളും. ചന്തമോള് അവൻ്റെ കുഞ്ഞ് തന്നെ ആയിരിക്കും ഏട്ടാന്ന് അനി പറഞ്ഞു. അവൻ ഇതിനു മുൻപ് ഒരുപാട് പെൺകുട്ടികളുമായിട്ട് ചുറ്റിക്കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ, ആ ചുറ്റിക്കളിയുടെ ഭാഗമാണ് ഈ കുഞ്ഞെന്നുണ്ടെങ്കിൽ അവൻ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുമെന്ന് ആദർശ് തറപ്പിച്ച് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നന്ദുവിൻ്റെ ഫോണിലേക്ക് ഇതേ കോള് വന്നുകൊണ്ടിരിക്കുന്നു. നന്ദു ഇത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ആ ട്രെയിനർ ഓടി വന്ന് നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചു. അപ്പോൾ കോള് കണ്ടത് അനിയുടെയാണ്. ഈ അനി തന്നെയാണോ ഇതിൻ്റെ ആള് എന്തൊക്കെ അദ്ദേഹം ചോദിക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെ അനിയനാ എന്ന് അങ്ങനെ പറയുമ്പോൾ ഓ നിൻ്റെ ഒരു ചേച്ചി അല്ലല്ലോ, പിന്നെ 2 ചേച്ചിമാരെ ഒരു വീട്ടിലേക്കല്ലേ കെട്ടിച്ചിരിക്കുന്നത് എന്ന കാര്യം ഇദ്ദേഹം നമ്മുടെ നന്ദുവിനോട് ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയാമല്ലോ എന്ന് നന്ദു ഇങ്ങനെ ചിന്തിച്ചു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ആരോ ഇയാളെ മനഃപൂർവ്വം ട്രെയിൻ ചെയ്ത് വിട്ടിരിക്കുകയാണെന്ന കാര്യവും നന്ദുവിന് മനസ്സിലായി. അപ്പോൾ നിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം, നിന്നെ നന്നായി പരിചയമുള്ളവരെ എനിക്കും പരിചയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അതെനിക്ക് മനസ്സിലായി സാർ, എന്തായാലും അവരുടെ മിത്രങ്ങളല്ല എന്ന് പറഞ്ഞു. ട്രെയിനിങ് സമയത്ത് മൊബൈൽ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞില്ലേ, ഞാൻ റെസ്റ്റ് എടുക്കാമായിരുന്നു സാർ എന്ന് നന്ദു പറയുമ്പോൾ ഞാൻ പറഞ്ഞു നിന്നോട് റെസ്റ്റ് എടുക്കാൻ, അപ്പോൾ വിശ്രമിക്കുന്നതാണ് നിൻ്റെ കുഴപ്പമല്ലേ എന്ന് ചോദിച്ചു. അതൊന്നും ഒഴിവാക്കി തന്നാൽ പിന്നെ നിൻ്റെ മൊബൈൽ വിളി എന്നുള്ളൊരു അസുഖം അങ്ങ് മാറുമല്ലോ. ഞാനങ്ങനെ ആരെയും വിളിക്കാറില്ല സാർ എന്ന് നന്ദു അന്നേരം പറഞ്ഞു. നീ വിളിച്ചില്ലെങ്കിലും നിന്നെപ്പോലെയുള്ള തൻ്റെടികളെ ഇഷ്ടപ്പെടുന്നവർ പുറത്തുണ്ടല്ലോ, അവർ വിളിച്ചോളും എന്നൊക്കെ ഈ സാറ് പറഞ്ഞു. എനിക്ക് പണിഷ്മെൻറ്റ് തരാൻ സാർ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുക അല്ലേ നന്ദു ചോദിക്കുമ്പം കാരണം ഉണ്ടാക്കുന്നത് ഞാനല്ല നീയാണെന്ന് പറഞ്ഞു. എന്തിനാണ് സാറേ എന്നെ ഇങ്ങനെ മനഃപൂർവ്വം ദ്രോഹിക്കുന്നത്? അപ്പം ഞാൻ എപ്പോഴാണ് നിന്നെ മനഃപൂർവ്വം ദ്രോഹിച്ചത്? നിന്റെ പ്രവൃത്തി തന്നെയാണ് നിന്റെ ശത്രു എന്ന് പറയുമ്പോൾ ഒരിക്കലും അല്ല സാർ എന്ന് നന്ദു. അപ്പം നോ, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് മാത്രം എന്ന് ഇയാൾ നന്ദുവിനോട് പറഞ്ഞു. എന്നിട്ട് നന്ദുവിന് അടുത്ത പണിഷ്മെൻറ്റ് കൊടുക്കുക.
പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞ് നന്ദുവിനോട് ഇങ്ങനെ പറയുമ്പം, സാർ ഞാൻ ഈ സമയം വരെ എൻ്റെ ഡ്യൂട്ടി സമയത്ത് അല്ലെങ്കിൽ ട്രെയിനിങ് സമയത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ നീ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും നിനക്ക് ചെയ്യേണ്ടി വരുമെന്നും പറഞ്ഞു. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലേ നിനക്കിതൊക്കെ ചെയ്യേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പറയുക. അവിടെയൊക്കെ മനഃശക്തിയോടെ ഇതിനെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ടാണ് ഈ പരിശീലനങ്ങൾ തരുന്നതെന്നൊക്കെ ഇയാൾ നന്ദുവിനോട് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ ക്യാമ്പിൽ നിന്ന് പുറത്ത് കിടക്കില്ലെന്നല്ലേ സാറ് പറയുന്നത്? അപ്പോൾ എൻ്റെ പരീക്ഷണങ്ങളെ അതിജീവിച്ചാൽ നിനക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിരിക്കുമെന്നും ആദ്യം നീ അതിജീവിക്കാനും ഇയാൾ നന്ദുവിനോട് പറയുക. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഫോണും കൊടുത്ത് നന്ദുവിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുക. അങ്ങനെ നന്ദു ചെയ്യുന്നതല്ല ഇയാൾ വീഡിയോയിൽ പകർത്തുക. ആ സമയത്ത് അവിടെ നന്ദുവിനെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത് ഇയാൾ വീഡിയോയിൽ പകർത്തി വേണുവിന് ഇട്ട് കൊടുക്കുന്നു. ഈ സമയത്ത് കൂട്ടുകാരികൾ നന്ദുവിൻ്റെ അവസ്ഥ കണ്ട് ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കുമ്പം, ഞാൻ SI ആയാലും ഇല്ലെങ്കിലും ഇവന് ഞാൻ പൊളിച്ചടുക്കിയിരിക്കും, കൊണ്ടാലെ പഠിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുക അവനെന്ന് നന്ദു പറയുമ്പോൾ, എന്താ അവിടെ നിന്ന് ഇവൻ ചോദിച്ചു. ഒന്നുമില്ല സാർ, കണ്ടിന്യൂ ഓക്കെ എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് നന്ദുവിനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഇവൻ ചെയ്യിക്കുക. അങ്ങനെ ഇവനിതെല്ലാം വീഡിയോയിൽ പകർത്തി ഇങ്ങനെ സെറ്റാക്കുക. ഇതേസമയം പിന്നെ കാണിക്കുന്നത് ജാനകിയും ജലജയും കൂടെ നൂലുകെട്ടിന് പോകാനായിട്ട് തയ്യാറായിട്ട് വന്നിരിക്കുന്നു. ആ സമയത്ത് അനാമിക മുതൽ അവിടെ ഇരിപ്പുണ്ട്. മോൾക്ക് അവളുമാരുടെ വീട്ടുകാരെയും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. എന്നാലും ആ അഹങ്കാരി പെണ്ണ് അവിടെ ഇല്ലല്ലോ. ആ നിലയ്ക്ക് ഇന്ന് നൂലുകെട്ടിന് മോളും കൂടെ വരണ്ടേ എന്ന് ചോദിച്ചു ഈ ജാനകിയെ. ഇല്ലമ്മേ, ഞാൻ വരുന്നില്ല എന്ന് അനാമിക തറപ്പിച്ചും പറഞ്ഞു. പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ പറയും. അത് കേൾക്കാനേ അമ്മയുടെ മോന് ഭയങ്കര ഇൻട്രസ്റ്റാ. അത് എനിക്ക് കാണാനാ പ്രയാസമെന്ന് പറയുമ്പോൾ അത് കൊച്ചു പറഞ്ഞത് സത്യമാണ്. ഏത് പെൺകുട്ടികളാണെങ്കിലും അതൊന്നും സഹിക്കത്തില്ല ജാനകി. അപ്പം നീ രണ്ടും കൂടെ പറയല്ലേ. നീയല്ലേ പറഞ്ഞത് മോളെ നൂലുകെട്ടിന് കൊണ്ടുപോകണമെന്ന്? അത് ഞാൻ പറഞ്ഞു. എന്ന് വെച്ചാൽ എൻ്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടല്ലേ എന്ന് ജലജ. ആ പേരക്കുട്ടിയോടും അതിൻ്റെ അമ്മയോടും അപ്പച്ചയ്ക്ക് അതിന് സ്നേഹമുണ്ടോ? എനിക്ക് കുഞ്ഞിനോട് കുഴപ്പമൊന്നുമില്ല മോളെ, പക്ഷെ അവളോട് അത്ര താല്പര്യമൊന്നും ഇല്ല എന്ന് ജലജ അന്നേരം അവിടെ നിന്ന് പറയാം. പിന്നെ നീ അവളെ ശുശ്രൂഷിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് പോകുന്നതോ? അത് അച്ഛനെയും അമ്മയെയും ബോധിപ്പിക്കാൻ വേണ്ടി പോകുന്നതല്ലേ എന്ന് ജലജ ജാനകിയോട്. മോള് വരുന്നില്ലെങ്കിലേ വരണ്ട. പിന്നെ അതിൻ്റെ കാരണം അനിയുടെ മുത്തച്ഛനോട് പറഞ്ഞേക്കണം കേട്ടോ എന്ന് ജാനകി പറയുമ്പോൾ, മുത്തശ്ശൻ എന്നോട് തിരക്കിയതാ. അപ്പോൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയും ചെയ്തു. ഇഷ്ടമല്ലെങ്കിൽ പോവേണ്ടെന്ന് അവരെന്നോട് പറയുകയും ചെയ്തു എന്ന് അനാമിക പറയുമ്പോൾ, എന്നാൽ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ജാനകി. എന്ത് ചെയ്യാനാ മോളെ, അനാമിക മോളുടെ അച്ഛനും അമ്മയൊക്കെ പങ്കെടുക്കേണ്ട ചടങ്ങല്ലായിരുന്നോ ഇത് എന്നൊക്കെ ജലജ. പക്ഷെ അതിനൊക്കെ മുൻകൈ എടുക്കേണ്ടതേ നിന്റെ മോൻ തന്നെയല്ലേ എന്നിങ്ങനെ ജാനകിയോട് ജലജ പറയും. ഇന്ന് കുത്തിത്തിരിപ്പുണ്ടാക്കും കേട്ടോ. അനി വരുന്നുണ്ടോ മോളോട്, ഇന്ന് വരുന്നുണ്ടോ എന്ന്? ഇല്ല, അവന് ഞാൻ വരാത്തതാ ഇഷ്ടം. അവന് എന്നെ ഇഷ്ടമല്ലല്ലോ. ആ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ പ്രസൻസ് ഒക്കെ കിട്ടും. ചിലപ്പോൾ അവളുടെ മുറിയിൽ അവൻ അതിനു വേണ്ടി കയറിയെന്ന് പോലും വരും. ഇവിടെ ഒരുത്തി ഭാര്യയായിട്ട് അടുത്തിരുന്ന എന്നെ അവൻ കാണാറ് പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, എല്ലാം ശരിയാകും മോളെ. അവിടെ ചെല്ലുമ്പോൾ നന്ദുവിൻ്റെ കാര്യം അങ്ങനെ അവൻ സംസാരിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ കൊടുത്തോളാമെന്ന് ജാനകി പറയാം. എന്നാൽ പിന്നെ നമുക്ക് പോകാം ജാനകി എന്നും പറഞ്ഞുകൊണ്ട് അവർ പോകാൻ നോക്കുക. പിന്നെ എൻ്റെ കൊച്ചുമോൻ്റെ നൂലുകെട്ടായതുകൊണ്ടാട്ടോ ഞാൻ മോളെ വിളിച്ചത്, അല്ലെങ്കിൽ ഞാൻ വിളിക്കത്തില്ലായിരുന്നു എന്ന് ജലജ. രണ്ടാളും അവിടെ പോയിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറഞ്ഞു അനാമിക തമ്പുരാട്ടി. എന്നിട്ട് പിന്നെ മോക്ക് ഉമ്മയൊക്കെ കൊളുത്തിട്ട് അവിടുന്ന് പോവുക. ഈ മുതലാണെങ്കിൽ നിന്റെ സ്നേഹമൊക്കെ ആർക്ക് വേണമടാ? നീ സ്നേഹിച്ചില്ലെന്നോർത്ത് എനിക്ക് പുല്ല. എനിക്കിന്ന് ചുറ്റിക്കറങ്ങാൻ പറ്റിയ ദിവസമാണ്. എന്നെ കാത്ത് എന്നെ സ്നേഹിക്കുന്ന ആൺകുട്ടികളെ പുറത്തുണ്ട്. പിന്നെ ഞാനെന്തിനാ ഇവർക്കൊപ്പം പോകുന്നേ എന്ന് അനാമിക മനസ്സിൽ ചിന്തിക്കുക. എല്ലാത്തിനെയും പറഞ്ഞു വിട്ടിട്ട് അഴിഞ്ഞാടാനുള്ള പരിപാടിയായിരുന്നു അനാമിക തമ്പുരാട്ടിയുടേത്. അങ്ങനെ മിക്കവാറും അനാമികയുടെ എല്ലാ ചീട്ട് കീറാനുള്ള വഴിയുണ്ട്. ആ സമയത്ത് അങ്ങോട്ടേക്ക് ആദർശം നയനെ ഇറങ്ങി വന്നു. മുത്തശ്ശനും മുത്തശ്ശിയും കൊച്ചും കൂടെ അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇന്നലെ പോകണ്ടായിരുന്നു മുത്തശ്ശ, പോയില്ല, അതുകൊണ്ട് നേരത്തെ പോവുകയാണെന്ന് ആദർശ് പറഞ്ഞു. അപ്പം അത് വേണം, ഇന്നത്തെ ദിവസം നിങ്ങളല്ലേ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനെന്ന് ചോദിക്കുമ്പോൾ, അതെ മോളെ എന്തായാലും ഞങ്ങൾ നോക്കിക്കോളാം എന്ന് മുത്തശ്ശി പറഞ്ഞു. പിന്നെ അവിടെ ചെല്ലുമ്പോൾ കനകയും ഗോവിന്ദനൊക്കെ ചോദിക്കും, ഞങ്ങളെന്താ വരാത്തതെന്ന്. നല്ല സുഖമില്ല എന്നൊന്ന് പറഞ്ഞാൽ മതി, എൻ്റെ അവസ്ഥയൊക്കെ അവർക്ക് അറിയാവുന്നതാണല്ലോ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമെന്ന് എൻ്റെ പേടിയെന്ന് പറഞ്ഞു നയന. പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജലജയുടെ നാവിനെ മാത്രം എല്ലാവരും പേടിച്ചാൽ മതിയെന്ന കാര്യം മുത്തശ്ശി അന്നേരം പറഞ്ഞു. ആ ഒരു സമയത്ത് അമ്മയും അത്ര രസത്തിലൊന്നും അല്ല വരുന്നത് മുത്തശ്ശി. അമ്മയുടെ മുഖം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് മനസ്സിലാകും എന്തോ കുഴപ്പമുണ്ടെന്നുള്ളതെന്ന് പറയുമ്പോൾ, എന്തായാലും എല്ലാവരും എല്ലാം ഉടനെ തന്നെ അറിയുമല്ലോ മോളെ. പിന്നെ
ഇതുപോലെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ മോളുടെ കാര്യങ്ങൾ സൂചിപ്പിക്കാത്തത് തന്നെയാണ് നല്ലത്. അതിനൊക്കെ നമുക്ക് സാവകാശം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരാം മുത്തശ്ശ എന്ന് പറയുമ്പോൾ ശരിയെന്നും പറഞ്ഞുകൊണ്ട് അവരെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് മുത്തശ്ശനും കൂടെ കുഞ്ഞുവാവയെ ചേർത്തിരുത്തി ഇങ്ങനെ അതിനോട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ കുഞ്ഞിൻ്റെ കൂടെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇരിക്കാം, അതുപോലെ കഥ പറഞ്ഞു തരാം എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും കൂടെ കൊച്ചിനോട് പറഞ്ഞിരിക്കും. കൊച്ചു അവരെ ഇവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. പിന്നല്ലേ മോള് സന്തോഷത്തോടെ മെഡിക്കേറ്റിരുന്നാൽ മതി കേട്ടോ അത് മുത്തശ്ശി പറയുമ്പോൾ എന്നും പറഞ്ഞ് കൊച്ചൊന്ന് മൂളി. എന്തായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് അവിടെ വീട്ടിലെല്ലാവരും റെഡി ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് നയനയും ആദർശും കൂടെ കയറി വരിക. അപ്പോൾ ആദർശേട്ടന് നല്ല ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും അതൊന്നും ഇപ്പോൾ മുഖത്ത് കാണിക്കരുത് കേട്ടോ, ഇവിടെ നല്ല സന്തോഷത്തോടു കൂടി നിൽക്കണമെന്ന് നയന പറഞ്ഞു. അപ്പോൾ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, ഉള്ളിൽ സങ്കടം ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വരുമെന്നും അതങ്ങനെ ആയിരിക്കുമെന്നും ആദർശ് പറയാം. എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് കയറി ചെല്ലുന്നു. നയനെ അന്നേരം സങ്കടത്തോടെ കയറി ചെല്ലുന്നു. നവ്യയ്ക്ക് വലിയ സുഖമൊന്നും തോന്നുന്നില്ല ആദർശിനെ കണ്ടിട്ട്. അപ്പോഴേക്കും ഗോവിന്ദേട്ടൻ വേഗം എഴുന്നേറ്റ് മോളെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു വെച്ചാൽ ഏതാണ്ടൊക്കെ ഇനി ബാക്കിയൊക്കെ മോള് വന്നിട്ട് ചെയ്യട്ടെ എന്ന് കരുതിയെന്ന് പറയുക നയനയോട്. ഏതാണ്ട് എല്ലാം തന്നെ കഴിഞ്ഞല്ലോ, അമ്മയുടെ പാചകം ഇതുവരെ തീർന്നില്ലേ എന്ന് ചോദിച്ചു നയന. ഇല്ല, ഒന്നിലും തൃപ്തി വരാതെ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു നവ്യ. എന്നാലും ഞാൻ ആദ്യം അവിടെ പോയി ഒന്ന് സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ സഹായിക്കാനൊക്കെ വരട്ടെ, ഞാൻ ആദ്യം എൻ്റെ അടുത്തേക്ക് ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ നമ്മുടെ നവ്യ നയനയും വിളിച്ച് അകത്തേക്ക് പോകും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അകത്തേക്ക് പോകുന്ന ഈ സമയത്ത് ആദർശ് ഇങ്ങനെ അച്ഛൻ്റെ അടുത്തിരിക്കാം. മോൻ്റെ മുഖത്ത് എന്തൊരു വല്ലായ്മ പോലെ, ബിസിനസ്സിൽ എന്തെങ്കിലും ഇടിവോ മറ്റോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലച്ചാ അങ്ങനെയൊന്നുമില്ല. പിന്നെ എപ്പോഴും എല്ലാവരുടെയും അവസ്ഥ അത് ഒരുപോലെ ആയിരിക്കത്തില്ലല്ലോ അച്ഛാ, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ മോനെ, ഞങ്ങളെ കണ്ടിട്ട് എന്താ അച്ഛൻ അങ്ങനെ തോന്നിയത് ചോദിച്ചപ്പം അയ്യോ ഇല്ല, അഭിയും കൂടി മാറിയത് കൊണ്ടേ ഇപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾക്ക് മോൻ്റെ വീട്ടിലേക്ക് വരാമല്ലോ എന്നിങ്ങനെ ഗോവിന്ദേട്ടൻ പറയാം ആദർശനോട്. അഭിയുടെ അമ്മയ്ക്കും ജാനകിക്കും ഒക്കെ ചെറിയ എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ നല്ല രീതിയിൽ ജീവിച്ചു കഴിഞ്ഞാൽ അവിടെ വന്നിട്ട് മടങ്ങിപ്പോരുമ്പോൾ ഞങ്ങൾക്കൊരു തൃപ്തിയാണെന്നും അദ്ദേഹം പറഞ്ഞു. എന്നും പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ തലയാട്ടി കാണിക്കുക. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യ നയനും കൂടെ അകത്ത് കയറി ചെന്ന് ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അഭി വന്ന് എന്നോട് പറയാറുണ്ടെന്നും അതുകൊണ്ട് ആദർശേട്ടൻ്റെ കാര്യവും അവൻ എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം നവ്യ പറയുക. അത് കേട്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ തോന്നിയില്ല എന്ന് നമ്മുടെ നവ്യ പറയാം. വേറെ ആരാണെങ്കിലും ഞാനത് വിശ്വസിച്ചേനെ എന്ന് പറയുന്നു. നാനെ അന്നേരം ഞെട്ടിയിട്ടോ. ആദർശേട്ടൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല എന്ന് പറയുമ്പോൾ അഭി എന്താ ചോദിച്ചോട് പറഞ്ഞേ, വേറൊന്നുമല്ല എന്നോട് പറഞ്ഞത്, അവിടെ ചന്തുമോൾ എന്നുള്ളൊരു കുട്ടിയുണ്ടോ എന്ന് നവ്യ ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് ആദർശേട്ടൻ്റെ കുട്ടിയാണോ എന്ന് നവ്യ ചോദിക്കുമ്പോൾ നമ്മുടെ നയന ഒന്നും മിണ്ടുന്നില്ല. നീ എന്താ ഒന്നും പറയാത്ത, നീ പറ എന്താ സത്യമാണോ എന്ന് ചോദിക്കുമ്പം ഈ വിഷയത്തെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല ചേച്ചി എന്ന് നയന പറഞ്ഞു. എടി അഭി പറഞ്ഞത് സത്യമാണോ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് നവ്യ വീണ്ടും നയനയോട് ചോദിക്കുമ്പം സത്യമല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് നയന പറയുമ്പം എന്നിട്ട് നീ ആദർശേട്ടനോടൊപ്പം ഹാപ്പി ആയിട്ടാണല്ലോ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് നവ്യ ചോദിച്ചു. പക്ഷേ ആദർശേട്ടൻ അത്ര സന്തോഷമൊന്നും ഇല്ല, അതൊന്നും അല്ല ഞാൻ ചോദിച്ചത്. ഇതൊക്കെ നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ എന്ന് ചോദിക്കുമ്പം സഹിക്കാതിരുന്നിട്ട് എന്ത് ചേച്ചി കാര്യം, ഭർത്താവിനൊരു തെറ്റു പറ്റിയാൽ അത് നമ്മൾ ക്ഷമിക്കാതെ വിളിച്ച് കൂവിക്കൊണ്ട് നടന്ന അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ ചേച്ചി എന്ന് ചോദിച്ചു നയന. വീടിനകത്തുള്ളവരും നമ്മളും നാണം കെടുമെന്നുള്ളതല്ലാതെ അതുകൊണ്ട് ഒരു നേട്ടം ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിനക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുള്ളൂ കേട്ടോ നയനെ. ഇത് എന്താടി ഇത്, വേറെ ഏതെങ്കിലും പെൺകുട്ടികളായിരുന്നെങ്കിലേ ഇപ്പം അയാളെ കോടതി കയറ്റാൻ തുടങ്ങിയാനെ. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല ചേച്ചി, എനിക്കങ്ങനെ ചെയ്യാനും പറ്റില്ല. ആദർശേട്ടൻ എല്ലാം എന്നോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് തന്നെ എനിക്ക് ആദർശേട്ടൻ്റെ കൂടെ നിന്നേ പറ്റൂ. ആദർശേട്ടനെ എനിക്ക് തള്ളിക്കളയാൻ പറ്റുമോ ചേച്ചി, എന്നാൽ ഇതിനൊക്കെ നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ പറഞ്ഞിട്ട് എടി എത്രമാത്രം നീ ആദർശേട്ടനെ വിശ്വസിച്ചതാ. മൂർത്തി മുത്തശ്ശൻ്റെ കോപ്പിയാണ് ആദർശേട്ടൻ എന്നല്ലേ എല്ലാവരും പറയാറ്, അകത്തുള്ളവരും പുറത്തുള്ളവരും എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയാറ്. എന്നിട്ടാണോ അങ്ങേര് ഇങ്ങനെ ഒരു കാര്യം ചെയ്തതെന്നൊക്കെ നവ്യ ഇങ്ങനെ നയനോട് ചോദിക്കും. അങ്ങനെ ഇവർ രണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കനകം വരുന്നത്. അമ്മ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് സംസാരം നിർത്തി. എന്താ ചേച്ചി അനിയത്തെയും കൂടി ഒരു രഹസ്യം പറച്ചിൽ പറ എന്ന് പറഞ്ഞ് കനക പറയുമ്പോൾ ഒന്നുമില്ല അമ്മയെന്ന് പറഞ്ഞു. അതെ എന്നാൽ പിന്നെ അവരൊക്കെ വരാൻ സമയമായില്ലേ, അങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് കനക ഇവരെ വിളിക്കാം. ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ നയനെ പറഞ്ഞു വിട്ടു. അപ്പോൾ ജ്യൂസ് വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് കനക ഇങ്ങനെ നിൽക്കുക. അല്ല നല്ല മഴ സമയമാണ്, അതുകൊണ്ട് ജ്യൂസിനേക്കാളും നല്ലത് നല്ല ചൂട് ചായ തന്നെ ആയിരിക്കും എന്ന് നമ്മുടെ നവ്യ പറഞ്ഞു. പിന്നെ ആദർശേട്ടൻ്റെ മനസ്സിപ്പോൾ ചൂട് പിടിച്ചിരിക്കുന്നത് കൊണ്ട് ജ്യൂസ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് നവ്യ. ആ സമയം ഇവളെന്തൊക്കെയാണ് മോളീ പറയുന്നേ, എനിക്കൊന്നും അറിയില്ല അമ്മയെന്ന് നയന പറഞ്ഞു. അമ്മ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞിട്ട് നയന കനകത്തിൻ്റെ കൂടെ അങ്ങ് പോയി. ആ സമയത്ത് നയന അങ്ങ് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ എന്ത് വാടി എന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക.
ആ സമയം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരെല്ലാവരും വീട്ടിലേക്ക് വന്നു. കുഞ്ഞിൻ്റെ ചടങ്ങുകൾക്കുള്ള എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറഞ്ഞു, അതെ 2 പേരോടും കൂടി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ചന്തുമോൾ വീട്ടിൽ വന്ന കാര്യം ഇവിടെ എങ്ങും എഴുന്നള്ളിച്ചേക്കരുത്. അതുപോലെ തന്നെ ആദർശം ആ കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തെ പറ്റി ആരും മിണ്ടി പോയേക്കരുത്. അയ്യോ ഞങ്ങളൊന്നും പറയുന്നില്ലേ, നീ പറയും, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മുഖപുരം നിന്നോട് പറയേണ്ടി വന്നതെന്ന് ജലജയോട് നേരം ജയൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറഞ്ഞു ഗോവിന്ദേട്ടൻ. അപ്പോഴത്തേക്കും ജാനകി ഒരു കുറ്റം കണ്ടുപിടിച്ചു, നിങ്ങളുടെ ബന്ധുക്കളെ ആരെയും വിളിച്ചില്ലേന്ന്. ആ സമയത്ത് ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ ആരായി മറ്റു ബന്ധുക്കൾ എന്ന് ജലജയുടെ വക ഒരു കളിയാക്കി ചോദ്യം കൂടി. അവിടെയുള്ളവരിൽ നിന്ന് വന്നത് തന്നെ ഒരു കാര്യമായിട്ടൊക്കെ കരുതാൻ പറയുമ്പോൾ ഒന്ന് നിർത്താൻ പറഞ്ഞു ദേവയാനി ജലജയോട്. നല്ലൊരു ചടങ്ങിനല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്, ആ സമയത്ത് മനഃപൂർവ്വം ഓരോന്ന് പറയാൻ നീ നോക്കണ്ടെന്ന് ജലജയോട് ദേവയാനി പറയുന്നു. അപ്പോൾ അവരെല്ലാവരും, അതായത് നയനയും കനകമൊക്കെ കൂടി ഇവർക്ക് കുടിക്കാൻ എടുക്കാൻ അകത്തേക്ക് കയറിപ്പോയി. ഈ സമയത്ത് ആദർശൻ ഞാനിപ്പോൾ വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അങ്ങനെ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ആദർശന് എന്തൊക്കെയോ അസ്വസ്ഥത ഉണ്ടല്ലോ എന്ന് ജലജ ഒരു കുത്തും കോളും വെച്ച് പറയുമ്പോൾ അവൻ്റെ തലയിലല്ലേ ബിസിനസ് അല്ല. അപ്പം ജയേട്ടാ, ഇനി നിങ്ങൾ 2 ആളും കുറച്ചുകൂടി ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുക്കുന്നത് നല്ലതാ. അതുപോലെ എനിക്ക് കൊടുത്തതുപോലെ അബിക്കും കുറച്ചുകൂടി അധികാരങ്ങളൊക്കെ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു ജലജയുടെ മുന്നിൽ വെച്ച് ജാനകി. അപ്പോൾ അതൊക്കെ തീരുമാനിക്കുന്നത് ആദർശം അച്ഛനും കൂടെയാണെന്നും ഇവൻ അധികാരം കൂട്ടിക്കൊടുക്കണമെന്ന് അവർക്ക് തോന്നിയാൽ അത് കൊടുത്തിരിക്കുമെന്നുള്ള കാര്യം പറഞ്ഞു ജയൻ. അപ്പോൾ എനിക്ക് അധികാരമൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല അമ്മാവ, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയെന്ന് അബി പറയുമ്പം അതൊന്നും പറ്റത്തില്ല മോനെ, നീ ഇപ്പോൾ പ്രാരാബ്ധക്കാരനല്ലേ എന്ന് ജലജ ചോദിക്കാം. ഇനിയിപ്പോൾ നവ്യയും കുഞ്ഞും വരുമ്പോൾ നിന്റെ ബാധ്യതകളും കാര്യങ്ങളും കൂടുകയല്ലേ എന്ന് ചോദിച്ചു. നിർത്ത്, വളവളാന്ന് കൂടുതൽ നീ സംസാരിക്കല്ലേ. അനന്തപുരി തറവാട്ടിൽ ഇതുവരെ ആർക്കും വ്യക്തിപരമായി വീട്ടു ചെലവുകൾ നോക്കേണ്ടി വന്നിട്ടില്ല എന്ന കാര്യം അജയൻ അന്നേരം ജലജയോട് പറഞ്ഞു. അതൊക്കെ പ്രത്യേകം അക്കൗണ്ട് വഴിയായിട്ടാണ് ചിലവാക്കിയിട്ടുള്ളത്, നിനക്കൊക്കെ ഞങ്ങളെപ്പോലെ തന്നെ അറിയത്തില്ലേന്ന് ചോദിച്ചു. പിന്നെ വെറുതെ എന്തിനാ അക്കാര്യം പറഞ്ഞിട്ട് ഇവൻ അധികാരം കൂട്ടാൻ നോക്കുന്നതെന്നൊക്കെ അധികം ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ മോൻ സ്ഥാനക്കയറ്റം കിട്ടുന്നത് ആർക്കും ഇഷ്ടമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അവൻ ഇടിച്ച് താഴ്ത്തുന്നത് എല്ലാവർക്കും സന്തോഷമാണെന്ന് പറഞ്ഞ് ചുമ്മാ സംസാരിക്കാം. അങ്ങനെ ഇടിച്ച് താഴ്ത്തി ഒരുത്തനാണ് ഇപ്പോൾ അത് ഇരിപ്പുറയ്ക്കാതെ പോയതെന്ന് പറയുമ്പം, നിർത്താനല്ലേ നിന്നോടൊക്കെ പറഞ്ഞു തന്നു ദേവയാനി ദേഷ്യത്തോടെ ജലജോടി പറഞ്ഞു. നിന്റെ പേരക്കുട്ടിയുടെ നൂലുകെട്ടാണെന്നും ആ സമയത്ത് അത് ഭംഗിയായിട്ട് നടത്താൻ നോക്കും, വേണ്ടാത്ത കാര്യങ്ങൾ പറയാതെയെന്നും പറഞ്ഞുകൊണ്ട് ദേവയാനി ജലജയുടെ വായടപ്പിച്ചെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടോ. നന്ദി.